എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇല്ലേ അവനവൻ്റേതായ പ്രശ്നങ്ങൾ? ഓരോ വ്യക്തിക്കും അവരുടേതായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എല്ലാവർക്കും ഒരുപോലെയൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് പലർക്കും പല തരത്തിലുള്ളതായിരിക്കും. പലരെയും പല കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ വന്നു പോകുന്നത്. നമ്മൾ എത്ര ആലോചിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ കയറി വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മളെ വന്ന് ബാധിക്കുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ആകെ ഡെസ്പായി പോകുന്ന അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാവാറ്. നമുക്കതിനൊരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം തന്നെ അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ സത്യത്തിൽ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് പലപ്പോഴും വന്നു ചേരാറുള്ളത്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? എല്ലാവരുടെ പ്രശ്നങ്ങളും ഒരുപോലെയൊന്നുമല്ല. ഓരോരുത്തർക്കും അവരുടെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അവരുടെ ജീവിതാവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് പല പല പ്രശ്നങ്ങളാവും എപ്പോഴും ഉണ്ടാവുക. ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ ചിലരൊക്കെ അതിനെ പെട്ടെന്ന് ഓവർകം ചെയ്യും എന്ന് മാത്രം. ചിലർക്കാണെങ്കിലോ അതിനൊരു പരിഹാരം കാണാൻ ഒരിക്കലും സാധിക്കില്ല. അവരതിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് എപ്പോഴും കാണാറുള്ളത്. പലരും പ്രശ്നങ്ങളെ നെഗറ്റീവ് മൈൻഡോട് കൂടിയിട്ടാണ് എപ്പോഴും എടുക്കുക. ആർക്കും ഒരു സാഹചര്യത്തിലും അത് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാതെ പോവുകയാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്നതായ ഒരു പരിഹാരമല്ലേ നമുക്ക് വേണ്ടത്. പലപ്പോഴും നമ്മൾ അതിന് വേണ്ട ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാലും നമുക്ക് സാധിക്കാതെ പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. ഏത് കാര്യമാണെങ്കിലും അതിനെ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നേരിടാനുള്ള ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കുക നമ്മൾ തന്നെ. നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളൊക്കെ വരും, ഒക്കെ പ്രശ്നങ്ങളായിരിക്കും, എല്ലാം ബുദ്ധിമുട്ടായിരിക്കും, ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ എങ്കിലും നമ്മളതിനെ പോസിറ്റീവ് മൈൻഡോടുകൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഏത് പ്രശ്നം വരുമ്പോഴും നമ്മളത് കൂടുതൽ ടെൻഷനായി പോകുമ്പോൾ എന്താണ്, നമുക്ക് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഒന്നിനെ കുറിച്ചും തോന്നില്ല. എന്നാൽ മറ്റുള്ളവരാരെങ്കിലും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അത് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അവരവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടായിരിക്കും ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ അവർ നിർദ്ദേശിക്കുന്ന പരിഹാരവും നമുക്ക് ആവശ്യമുള്ള പരിഹാരം രണ്ടും വ്യത്യസ്തം തന്നെയായിരിക്കും. പലപ്പോഴും കാണുന്നതാണ്, ഏതൊരു ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും അവർ പറയും അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരിക്കലും പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ സാഹചര്യവും നമ്മുടെ സന്ദർഭവും നമ്മുടെ സിറ്റുവേഷനൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും പുറത്തുനിന്ന് ഉപദേശിക്കാനും അല്ലെങ്കിൽ അതിനുള്ള സജഷൻസ് പറയാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മുടെ സാഹചര്യം എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്, അതിന് പറ്റുന്ന ഒരു സജഷൻ വേണ്ടേ നമുക്ക് കിട്ടാൻ. പലപ്പോഴും അതാണ്, മറ്റൊരാളടുത്ത് നമ്മൾ എന്തെങ്കിലും സജഷൻ ചോദിക്കുമ്പോൾ നമ്മളുടെ സാഹചര്യമായിട്ട് ഒട്ടും പൊരുത്തപ്പെടുന്ന ഒരു സജഷൻ പറയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്താണ് പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തിയിട്ട് അതിന് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒന്ന് അഗാധമായി ചിന്തിക്കുക. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നന്നായി ആലോചിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാർഗം അതിന് നമ്മുടെ ബുദ്ധിയിൽ തന്നെ തെളിഞ്ഞു വരാതിരിക്കില്ല. എല്ലാ സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകുമ്പോഴാണ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. ഏത് സാഹചര്യം വന്നാലും അതിന് മറ്റൊരു വഴി കൂടെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിലാക്കുക. എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കയറി വന്നാലും നമ്മൾ വിചാരിക്കും ഇതിനോടുകൂടി എല്ലാം തീർന്നു എന്ന്. അത്തരം ചിന്തകളൊക്കെ നമ്മൾ പാടെ ഒഴിവാക്കുക. ഇത് വരും പോവും, പിന്നെയും വരും, പുതിയതെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും, പിന്നെയും നമ്മളതിനെ ഫേസ് ചെയ്യും, നമ്മളതിന് സജഷൻ കാണും അല്ലെങ്കിൽ സൊല്യൂഷൻ കാണും, നമ്മളത് മുന്നോട്ട് പോകും, തരണം ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുക. ഏത് കാര്യം വന്നാലും കുറച്ച് ദിവസം നമ്മളത് തളർത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിന് റിക്കവറാവും. നമ്മൾ അതിന് വേണ്ട മാർഗങ്ങളൊക്കെ എന്താണെന്നുള്ളത് ആലോചിക്കും, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും, നമ്മൾ മുന്നോട്ട് പോകും. എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ താൽക്കാലികമാണ്. ഇതിനൊരു
മറുവഴി ഉണ്ട് എന്നുള്ളത് എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുക. പലരും അത് ചിന്തിക്കാതെ പോകുമ്പോഴാണ് അയ്യോ എനിക്കിങ്ങനെ പ്രശ്നങ്ങളാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്തരം സാഹചര്യത്തിലാണല്ലോ, ഞാൻ ഇനി ഇതിനെന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും ആലോചിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ടെൻഷനായി, ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ രോഗങ്ങളായി, പിന്നെ നമ്മൾ ആകെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആകെ ബുദ്ധിമുട്ടിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അത്തരം സാഹചര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രശ്നം വന്നാലും അത് ഇതിനോടകം തീരും, അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അതും മാറിക്കിട്ടും എന്നൊക്കെ നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് എടുക്കുക. നമ്മൾ ഏത് കാര്യം വരുമ്പോഴും എന്താണ്, നമ്മൾ നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഏത് സാഹചര്യം നമുക്ക് വന്നു പെട്ടാലും നമ്മളെന്താണ് അതിൻ്റെ നെഗറ്റീവ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിന് നെഗറ്റീവ് കൂടെ മാത്രമാണ് നമ്മുടെ മൈൻഡ് പോവുള്ളൂ. അപ്പോഴാണ് നമുക്ക് അതിനൊരു പരിഹാരം കാണാൻ സാധിക്കാതെ പോകുന്നത്. അതിൻ്റെ നെഗറ്റീവ്സ് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരുള്ളൂ. അപ്പം നമുക്ക് എത്ര ചിന്തിച്ചാലും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കാതെ പോവുകയാണ്. ആ സ്ഥാനത്ത് അതിൻ്റെ പോസിറ്റീവിൻ്റെ ഭാഗത്തു കൂടെ ചിന്തിച്ച് നോക്കൂ, ഇത് ഇത്രയേ ഉള്ളൂ, ഇതിനിങ്ങനെ ചെയ്യാം, ഇതുകൊണ്ട് ഇതിനെങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര സാഹചര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോവാം എന്നൊക്കെ നമ്മൾ തന്നെ ഒരു ചെറിയ തീരുമാനത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ ഒക്കെ നമുക്ക് തന്നെ തോന്നും. ഈ പെട്ടെന്ന് വരുന്ന ഓരോ കാര്യങ്ങളിലും എന്താണ് നമ്മൾ അപ്സെറ്റായി പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കീർണത തോന്നിപ്പോണത്. ഏത് സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അതിന് അതിൻ്റെതായ പരിഹാരമുണ്ട്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം ഇന്ന് ലോകത്തിലില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെതായ ഒരു പരിഹാരമുണ്ട്. അത് ഏതെങ്കിലും വിധേന നമ്മുടെ സാഹചര്യമായിട്ട് അത് ഇണങ്ങി വരാൻ അല്പസമയമൊക്കെ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള വഴികളൊക്കെ നമുക്ക് തന്നെ സംജാതമായിട്ടുണ്ടാവും. അപ്പോൾ എന്ത് വന്നാലും ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ആരും ടെൻഷനാവാതിരിക്കുക. ജീവിതമാണ്, പല പ്രശ്നങ്ങളും ജീവിതത്തിനിടയ്ക്ക് കയറി വരും. നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനും എപ്പോഴും സമാധാനമായിട്ടിരിക്കാനും എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊന്നും ആരെക്കൊണ്ടും സാധിക്കില്ല. ഏത് വലിയവനും ചെറിയവനും ഏത് തരത്തിലുള്ള ഏതാൾക്കും അതിനനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കണ്ടാൽ നാളെ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ഒരു പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ അത്തരം പോസിറ്റീവ് ചിന്തകളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക. എല്ലാത്തിൻ്റെയും നെഗറ്റീവ് കാണാതെ എല്ലാ കാര്യങ്ങളുടെയും പോസിറ്റീവ് കുറച്ചുകൂടെ ചിന്തിക്കുക. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും നാളെ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം, ഞാൻ നാളെ മാറും, അല്ലെങ്കിൽ എനിക്ക് മറ്റു സാഹചര്യങ്ങൾ വരും എന്ന് തന്നെ ചിന്തിക്കുക. വരും, തീർച്ചയായിട്ടും നമ്മൾ എന്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അത് തന്നെയാണ് നമുക്ക് സംഭവിക്കുക. നമ്മൾ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവിലേക്ക് നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ നല്ലതിലേക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്താണ് നല്ല വഴികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കണം. എന്നിട്ട് ആ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇത്രേ പറ്റൂ, എനിക്കിതേ കഴിയുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെ നെഗറ്റീവ് മാത്രം ആലോചിച്ചും ചിന്തിച്ചും കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചും നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചൊക്കെ വയ്ക്കുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവാണ് ഉണ്ടാവുക. എന്നെക്കൊണ്ടത് കഴിയില്ല, ഞാൻ എങ്ങനെ ഇത് ചെയ്യും, എന്നെ എന്തിനു പറ്റും എന്ന് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയോ പുറകോട്ട്, പിന്നെ നമ്മൾ കൊണ്ട് ഒരു മുന്നോട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യണില്ല. അപ്പോൾ നമ്മളെ മൈൻഡ് തന്നെ നമ്മളെന്താണ് പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുക. അത് പറ്റില്ല എന്നുള്ളൊരു തോന്നല്. പക്ഷേ ഞാൻ എങ്ങനെയത് ചെയ്ത് നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റുമെന്ന് ശ്രമിച്ച് നോക്കട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്നും പൂർത്തിയാക്കാനും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര വരെ എത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി ഭാഗം വരെയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വന്നു, ഇത്രയും എന്നെക്കൊണ്ട് പറ്റുമല്ലോ, ഇനി ബാക്കിയും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നമ്മളെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഏത് സാഹചര്യമാണോ നമുക്ക് വന്നത്, ഏത് ബുദ്ധിമുട്ടുകളാണോ നമ്മളെ വന്ന് കീഴ്പ്പെടുത്തുന്നത് വിചാരിച്ചാൽ അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ചിന്തകൾ എപ്പോഴും നമ്മളെ സഹായിക്കും. നമുക്ക് പ്രശ്നങ്ങൾ വന്നാലും അതിനൊരു സൊല്യൂഷനും കൂടി നമ്മളെ കൊണ്ട് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. അങ്ങനെയല്ലേ? നമുക്ക് ഒന്നിനും ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനോ നമ്മളെ കൊണ്ട് സാധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏത് സാഹചര്യമാണ് നമ്മളെ മുന്നിൽ വന്ന് പെട്ടിട്ടുള്ളത്, ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ എപ്പോഴും പ്രശ്നമാണ്, എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കെല്ലാം വിഷമമാണ്, അല്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടിലാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ മാറും, ഞാൻ മാറ്റിയെടുക്കും, ഞാൻ മാറിക്കൊണ്ടിരിക്കും എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സ് തന്നെയാണ് കേട്ടോ സത്യത്തിൽ ഓരോ കാര്യത്തിനും നമ്മളെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവം. നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മളെന്ത് പ്രവർത്തിക്കുന്നു, നമ്മളെന്ത് മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് കാര്യം. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ലൈഫ് പുറകോട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ്, നമ്മൾ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ മാറ്റി ചിന്തിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഏത് കാര്യം സാഹചര്യം കൊണ്ടാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നത്, പിന്നീട് നമ്മൾ ആ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം. ഒരേ അബദ്ധം നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും ഒരേ അബദ്ധം തന്നെ നമ്മൾ പറ്റാൻ വേണ്ടിയിട്ട് തലവെച്ച് കൊടുക്കരുത്. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് ഇത്തരം ഒരു സന്ദർഭം വന്നത്, അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അബദ്ധങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ ക്ഷണിച്ച് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു കാര്യം നമുക്ക് അബദ്ധമാണ് പറ്റിയത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പലപ്പോഴും നമുക്ക് ആർക്കും സാധിക്കാതെ പോകുന്ന കാര്യം അത് തന്നെയാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ പെട്ട് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ ഒന്നും നോക്കാതെ അടുത്ത അതുപോലത്തെ സാഹചര്യത്തിൽ പിന്നെയും ചെന്ന് നമ്മൾ തലവെച്ച് കൊടുക്കും. സ്വാഭാവികമാണ് അതൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിന് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതല്ലേ. നമുക്കൊരു അത്രയും ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ആ സാഹചര്യം പിന്നീട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. ലൈഫ് നമ്മുടേതാണ്, ചിന്തകൾ നമ്മുടേതാണ്, എല്ലാം ബെറ്ററാക്കി എടുക്കേണ്ടത് അവനവൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം തന്നെയാണ് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ബെറ്ററാക്കി കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. മറ്റാര് ചിന്തിച്ചിട്ടും നമ്മുടെ ലൈഫിലൊരു നന്മ ഉണ്ടാക്കാൻ സാധിക്കില്ല. നമ്മുടെ ലൈഫിൽ നന്മ വേണോ, നല്ലത് വേണോ എന്നൊക്കെ നമ്മൾ തന്നെ ആലോചിക്കണം. അതിന് എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ കാണുക. എല്ലാ കാര്യത്തിനും നല്ലൊരു വശവും മോശം വശവും ഉണ്ടാവും. അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഏതോ സാഹചര്യത്തിൽ ചെന്ന് പെടുമ്പോൾ നമ്മളെന്താണ് അതിൻ്റെ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് നമ്മൾ ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ ഒരിക്കലും എത്തില്ല, നെഗറ്റീവിൽ പോയിട്ടാണ് നമ്മൾ എത്തുക. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കൂടെ നമ്മൾ കടന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു കരുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലായാലും, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി ഏത് സാഹചര്യമാണെങ്കിലും അതിനൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ല, എല്ലാവർക്കും ചിന്തകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല നല്ല സാഹചര്യങ്ങൾ നമുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഈ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത് മാത്രം എൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തോടു കൂടി എല്ലാം തീർന്നു, അല്ലെങ്കിൽ എനിക്കൊരു ലൈഫില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ടുള്ള എനിക്കൊരു ജീവിതമില്ല അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതിനൊരു മറുവഴിയും കൂടി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ മാറ്റി ചിന്തിക്കണം എന്ന് മാത്രം. എപ്പോഴും നമ്മൾ എങ്ങനെ ബെറ്ററാക്കാം എന്നതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനും കൂടി, അല്ലെങ്കിൽ അതിനുള്ളൊരു വഴി കൂടെ നമുക്ക് ഇങ്ങനെ മുന്നിൽ വരുള്ളൂ. ഇത് ഇത്ര മതി, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ മതി, അങ്ങനെ ഒരിക്കലും ഒരാളും ചിന്തിക്കരുത്. അപ്പോൾ നമ്മൾ പുറകോട്ടാണ് നമ്മുടെ ലൈഫ് സത്യത്തിൽ പോകുക. ഒരു പഴഞ്ചൊല്ലൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ആനയോളം ആഗ്രഹിച്ചാലാണ് അണ്ണാനെങ്കിലും ആയി മാറുള്ളൂ എന്ന്. അണ്ണാൻ്റെ അത്രയെങ്കിലും ആവുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും കുന്നോളം ആഗ്രഹിക്കുമ്പോഴാണ് കുന്നിക്കുരിയെങ്കിലും നമുക്ക് ലഭിക്കും എന്നൊക്കെ ഓരോ പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമ്മളതിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്തെങ്കിലും നമ്മൾ എത്തിപ്പെടും. അപ്പം നല്ലതും ചിന്തിക്കണം, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കണം. എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും ബുദ്ധിമുട്ടാണ്, എപ്പോഴും മോശം സാഹചര്യങ്ങളാണെന്ന് വെച്ചിട്ട് എന്നും അതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കും പോലെ, നമ്മൾ പ്രവർത്തിക്കും പോലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി മാറി വരും. നമ്മൾ മാറാൻ ശ്രമിക്കണം. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു സാഹചര്യം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലുണ്ടാവും. ആരും മോശക്കാരായിട്ട് ജനിക്കുന്നില്ല, മോശം ആവുന്നതാണ് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് നമ്മൾ മോശമായിട്ട് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകളൊക്കെ വരും, പ്രശ്നങ്ങൾ വരും, പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഈ ലോകത്തിലില്ല. അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. സാഹചര്യത്തിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
നല്ലൊരു ലൈഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.